ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന 100 മീറ്റർ ഓട്ടക്കാരുണ്ട്, 400 മീറ്റർ ഓട്ടക്കാരുണ്ട്, 1200 മീറ്റർ ഓടുന്നവരുണ്ട്, മാരത്തോൺ ഓടുന്നവരുണ്ട്, 21 കിലോമീറ്റർ. എല്ലാവരുടെയും ലക്ഷ്യം എന്താ? എന്ത് കിട്ടുക? സ്വർണം കിട്ടുക. ഒന്ന് പറഞ്ഞേ, എന്ത് കിട്ടുക? അല്പം ഉറക്കെ പറഞ്ഞേ, എന്ത് മെഡൽ കിട്ടണം? പ്രിയപ്പെട്ടവരെ, 100 മീറ്റർ ഓടുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾ എന്ത് ചെയ്യുന്നു? റെഡി, 1 2 3 ടോ. പേടിക്കണ്ട, വെടി പൊട്ടിയാൽ ഒറ്റ ഓട്ടം. ആ ഓട്ടം 10 സെക്കൻഡ് കൊണ്ട് അയാളുടെ ഓട്ടം തീരും. അയാൾക്ക് എന്ത് കിട്ടുന്നു? സ്വർണം കിട്ടുന്നു. പറഞ്ഞേ, എത്ര? എന്ത് കിട്ടുന്നു? പോരെ, ഉറക്കെ പറ, എന്ത് കിട്ടും? അയാൾക്ക് എത്ര സെക്കൻഡ് ഓടിയാൽ മതി? 10 സെക്കൻഡ്. 1 2 3 ടോ, വെടിപൊട്ട. ഇനി 400 മീറ്റർ ഓടുന്ന ആളെ സംബന്ധിച്ചോളം ഇത്രയും റൗണ്ട് അടിക്കണം. അയാൾ റെഡി, 1 2 3 വെടിവെച്ച കേട്ട് ഓടി 400 മീറ്റർ ഓടുമ്പോഴേക്കും എത്രയായി? 1 മിനിറ്റെങ്കിലും എടുക്കും. അയാൾക്ക് 1 മിനിറ്റ് ഓടുക, മാക്സിമം ഓടിയാൽ മതി. 1200 മീറ്റർ ഓടുന്ന ആളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? 3 മിനിറ്റെങ്കിലും ഓടണം. ഹല്ലേലൂയ. ആ 1200 മീറ്റർ ഓടിക്കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സമ്മാനം എന്താ? സ്വർണ്ണ മെഡൽ. ഒന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമ്മാനം എന്താണ്? ഒന്ന് ഉറക്കെ പറയാമെങ്കിൽ നല്ലതാണ്. എന്ത് സമ്മാനം? ഇനി മാരത്തോൺ ഓടുന്നവരുണ്ട്. അവർ ഓടി, എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ ഓടിയാലേ ഉള്ളൂ. എത്ര കിട്ടും? 21 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ അവർ ഓടണം. സമയമെടുക്കും. അവർക്കും കിട്ടുന്നത് എന്താ? സ്വർണ്ണ മെഡൽ. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജീവിതയാത്രയിൽ ചിലവർ പെട്ടെന്ന് ചെറുപ്പത്തിലേ മരിക്കുന്നു, ചിലവർ യൂത്തായിരിക്കും മരിക്കുന്നു, ചിലവർ 50 വയസ്സ് കഴിഞ്ഞ് മരിക്കുന്നു, ചിലവർ 80-ാമത്തെ വയസ്സിൽ മരിക്കുന്നു, അല്ലെങ്കിൽ 90-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. ഒരു മരണവും ദുരന്തമല്ല. പിന്നെന്താ? എൻ്റെ 100 മീറ്റർ ഓടിക്കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടി? ജീവൻ്റെ കിരീടം. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരും എന്തോടുന്നവരാ? മാരത്തോൺ. ഉറക്കെ പറഞ്ഞേ, എന്തോടുന്നവർ? നിങ്ങളുടെ കൂടെ 100 മീറ്റർ ഓടിയവരൊക്കെ എവിടെ ഇരിപ്പുണ്ട്? കല്ലറയ്ക്കകത്ത് ജീവൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. ചിലവർ നിങ്ങളുടെ കൂടെ ഓടിയവരുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജീവന പങ്കാളി 1200 ഓടിയപ്പോഴേക്കും അദ്ദേഹം എന്തായി? തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഓട്ടം കഴിഞ്ഞു. നിങ്ങളോട് ബാറ്റൻ കൈമാറിയിട്ട് നിങ്ങളോട് ഓടിക്കോളാൻ പറഞ്ഞു. നിങ്ങളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങളെ വന്ന് വിളിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരും വരും? അദ്ദേഹം യേശുവും കൂടെ വരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരിക്കലും മരണത്തെ നെഗറ്റീവായിട്ട് എടുക്കരുത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് കണ്ടു, ഓണാഘോഷത്തിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടൻ എന്ത് ചെയ്തു? കുഴഞ്ഞു വീണ് മരിച്ചു. ഉടനെ അയ്യോ, എന്നാലും അയാൾ ഡാൻസ് കഴിഞ്ഞിട്ട് മരിച്ചത്. ഇപ്പം ഞാൻ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ചിലപ്പോൾ പോകുന്ന വഴിക്കൊന്ന് ഓഫായി പോയാൽ എന്ത് ചെയ്തു? അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്കെല്ലാം സ്വർഗത്തിലേക്ക് ജീവൻ്റെ കിരീടം കിട്ടണമെങ്കിൽ എന്ത് കവാടം കടക്കണം? മരണ കവാടം. പറഞ്ഞ്, എന്ത് കവാടം കിടക്കണം? അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരാളെ കൊണ്ട് RIP എന്ന് എഴുതി വെക്കും. എന്താണ്? റെസ്റ്റ് ഇൻ, സമാധാനത്തിലേക്ക് പോകണം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ദാനിയേലിന്റെ പുസ്തകം 12:13 പറയുന്നുണ്ട്, നിന്നെ എന്ത് ചെയ്യുന്നു? ഞാൻ സമാധാനത്തിലേക്ക് ചേർക്കുന്നു, അല്ലേ ഓർക്കുന്നത്. വീണ്ടും നിയമാവർത്തന പുസ്തകം 32:50 പറയുന്നുണ്ട്, എൻ്റെ ജനത്തോട് ചേരുക എന്നാണ് പറയുന്നത്, മരണത്തെക്കുറിച്ച് പറയുന്നത്. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം 8:32 പറയുന്നു, ഗിദിയോൻ തീവ്രമായി പ്രവർത്തിച്ച വ്യക്തിയാണ്, പക്ഷെ അദ്ദേഹം വൃദ്ധനായി മരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 25:8 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അബ്രഹാം മരിക്കും, വിശ്വാസമുള്ള പിതാവാണ്. വീണ്ടും 2 രാജാക്കന്മാർ അതിൻ്റെ 12-ാം അധ്യായം 14-ാമത്തെ വാക്യമുണ്ട്. അവിടെ ഏലീഷ, അദ്ദേഹം ഭയങ്കര സൂപ്പർ നാച്ചുറലായിട്ട് രോഗികളെ സുഖപ്പെടുത്തി അത്ഭുതങ്ങൾ ചെയ്താണ്. അദ്ദേഹം എന്ത് ചെയ്തു? വൃദ്ധനായപ്പോൾ, വാർദ്ധക്യത്തിലെത്തിയപ്പോൾ രോഗബാധിതനായി മരിച്ചു. എന്ന് പറഞ്ഞേ, രോഗബാധിതനായി മരിച്ചു. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്നൊരു ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ നിങ്ങൾക്ക് തൈലാഭിഷേകം തരും. എന്തിനറിയാവോ? നിങ്ങൾക്ക് ശാരീരികമായ രോഗം നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടതാണെങ്കിൽ രോഗശാന്തി, നമ്മൾ അന്തികുദാശനൊക്കെ പറയത്തില്ലേ, അത് കിട്ടുമ്പോൾ സൗഖ്യം കിട്ടണം നിങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. അത് കിട്ടിയിട്ടും നിങ്ങൾ രോഗം മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് എൻ്റെ ആത്മാവ് പോകണമെങ്കിൽ ഒരു കാരണം വേണം. ഹല്ലേലൂയ. പിന്നെ ഞാൻ അറിയാവുന്ന ഒരാൾ ഇന്നലെ സ്കൂട്ടർ ഇടിച്ച് മരിച്ചു.
നമ്മൾ പറയും അയാൾ റോഡ് ഈ പ്രായമായപ്പം ഈ റോഡ് എന്തിനാ ക്രോസ് ചെയ്ത് അവിടെ അങ്ങ് നിന്നാൽ മതിയില്ലായിരുന്നു. അല്ല പ്രിയപ്പെട്ടവരെ, മരിക്കണ കാരണമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു മരണത്തെയും ശാപമായിട്ട് കരുതരുത്. പ്രൈസലോ. മരണം എങ്ങോട്ടുള്ള സെൻറ്ററാണ്? സ്വർഗത്തിലേക്കുള്ള. എന്ന് പറഞ്ഞേ എവിടേക്കുള്ള? ഓർക്ക ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുള്ളൂ. അതിനാണ് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതൽ വായിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കും. ഹെസക്യ എന്ന് പറയുന്ന ഒരു രാജാവ്, അയാൾക്ക് ഇവിടെ ഒരു അസുഖം വന്നു, ക്യാൻസർ പോലെ. അസുഖം ഇങ്ങനെ വർദ്ധിച്ചു. പക്ഷെ അദ്ദേഹം നീതിമാനായിരുന്നു, ദൈവഭയമുള്ള വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഇവിടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുക, ദൈവഭയമുള്ള വ്യക്തിയായിരുന്നു. അപ്പം അയാളുടെ അടുത്ത് വന്ന് യേശയ്യാ പ്രവാചകൻ എന്ന് പറയുന്നൊരു വാക്കുണ്ട്, നീ മരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞേ, സ്വരം അത് പേടിക്കുന്നില്ല. നീ മരിക്കും. അല്പം ഓർക്കുക, നീ മരിക്കും, നിൻ്റെ വീട് ക്രമപ്പെടുത്തുക. കേട്ടോ, എന്തൊരു കാര്യം പറഞ്ഞത്, നീ മരിക്കും, നിൻ്റെ വീട് ക്രമപ്പെടുത്തുക. ഇപ്പോൾ ഇവിടെ മാതാപിതാക്കളെ, ഇപ്പം നിങ്ങളും ഞാനും നമ്മൾ വ്യത്യാസം എന്താ? നിങ്ങൾ എനിക്ക് ഒപ്പീസ് പാടുവോ ഞാൻ നിങ്ങൾക്ക് പാടുവോ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഹല്ലേലൂയ. ഉറക്കപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കപ്പറ ഹല്ലേലൂയ. കേട്ടോ, ഇപ്പോൾ അമ്മച്ചിയുടെ കഴുത്തേൽ ആ മഞ്ഞ ആ റോസ് ഇത് കിടക്കുന്നത് കൗൺസിലിങ്ങിന് പോകാനുള്ളവർക്കാണ്. അവരെ ഇടയ്ക്കൂടെ വന്ന് എന്ത് ചെയ്യുന്നു? പ്രേക്ഷകർ വന്ന് വിളിക്കുന്നത് പോലെ നമ്മുടെ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? എന്തോ ഇപ്പോൾ അമ്മച്ചിയെ വിളിച്ചപ്പോൾ ആരെങ്കിലും പറയുമോ, ധാടാ എന്നെ ബാഡ്ജ് ഇട്ടവരൊക്കെ പറയും, എന്നെ വിളിക്കുന്നില്ല, എന്നെ വിളിക്കുന്നില്ല. ബാഡ്ജ് ഇടാത്തവർക്ക് ആർക്കെങ്കിലും സങ്കടമുണ്ടോ? ഈ ബാഡ്ജ് ഇട്ട, ഈ മഞ്ഞ ബാഡ്ജ് ഇട്ടവരുടെ എല്ലാം, റോസ് ഇട്ടവരെല്ലാം ലക്ഷ്യം എന്താ? പോയി പങ്കുവെച്ച് പ്രാർത്ഥിക്കണം, എന്ന് വിളിക്കണം. ബ്ലാക്ക് ഇട്ടവരെ സംബന്ധിച്ചോളം അവർക്ക് ആ ലക്ഷ്യം ഇല്ല. അവരെന്ത് ചെയ്യുന്നു? ആ അമ്മച്ചി പോയി പ്രാർത്ഥിക്കുന്നു. അതെ, ചിലപ്പോൾ നമ്മൾ ആ അമ്മച്ചി എഴുന്നേറ്റ് പോകുമ്പോൾ പറയും, ആ അമ്മച്ചിക്ക് വെടിവെച്ചാൽ പുകയാണല്ലോ, പിന്നെ എന്തിനാ എന്നാ പറയാനാണ് പോകുന്നതെന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇപ്പോൾ ഈ ബാഡ്ജ് ഇട്ടവരെല്ലാവരും കൗൺസിലിംഗ് പോകാൻ എന്ത് ചെയ്യുക? റെഡി ആയിട്ടിരിക്കുക. വിളിക്കുമ്പോഴേ അവരെഴുന്നേറ്റ് പോകുന്നു. ഇതുപോലെ നമ്മളെ റെഡിയാക്കാൻ ബൈബിൾ പറയാണ്. യേശയ്യാ പ്രവാചകൻ യേശയ്യാ വന്ന് പറയാണ്, നീ മരിക്കും. പറഞ്ഞേ, പറ, നീ മരിക്കും, നിൻ്റെ വീട് ക്രമപ്പെടുത്തുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ സമയമാകുമ്പോൾ അപ്പോൾ ഇവിടെ ബൈബിളിൽ പറയുന്നത് എന്താ അറിയാവോ? ഈ ഹെസക്യ എന്ത് ചെയ്യുന്നറിയാവോ? അയാൾ മരിക്കാൻ സമ്മതിച്ചില്ല. എനിക്കിപ്പോൾ മരിക്കാൻ താല്പര്യമില്ല. പുള്ളി ഒറ്റക്കാലയിലൊക്കെ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, കർത്താവേ എനിക്ക് മരിക്കാൻ പറ്റത്തില്ല, എൻ്റെ മക്കത്തിനെ കണ്ടില്ല, അതില്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അപ്പോൾ ദൈവം എന്ത് ചെയ്തു? യേശയ്യായെ വീട് വിട്ടിട്ട് പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന കേട്ടു, എന്ത് ചെയ്യുന്നു? നീ കുറച്ച് നാളൂടെ ജീവിക്കാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, ദൈവം വിളിക്കുന്ന സമയത്ത് പോകുന്നതാണ് നല്ലത്. ദ ടൈം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ബൈബിളിലേക്ക് പിന്നെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കിട്ടി, അതുവഴി പിന്നീട് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തേണ്ടി വന്നു. ഇപ്പം എന്നോട് സമയം ശ്രദ്ധിക്കണം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, എന്നോട് പറഞ്ഞിരിക്കുന്ന 12:30 ആകുമ്പോൾ നിങ്ങളെ ചോറുണ്ണാൻ വിടണമെന്നാണ്. അപ്പോൾ കൃത്യം 12:30 ആകുമ്പോൾ ഞാൻ നിർത്തി മാറിയാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഞാൻ 12:00-ക്ക് ശേഷം ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നാൽ എന്ത് ബുദ്ധിമുട്ട് വരും? നിങ്ങൾക്കും ബുദ്ധിമുട്ട്, സംഘാടകർക്കും. എന്നെ ഈ സംഘാടകർ വീണ്ടും വിളിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സമയത്ത് നിർത്തി ഞാൻ മാറിയാൽ അടുത്തവർക്ക്, ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഇത് പ്രാർത്ഥിക്കണം. സമയമാകുമ്പോൾ എന്ത് ചെയ്യണം? ഈ ബാഡ്ജ് ഇട്ടിരിക്കുന്ന അമ്മച്ചിമാരെ പോലെ അവർക്കറിയാം, കഴുത്തേ കിടക്കുന്ന ബാഡ്ജ് ദേ വെളി വരുന്നു, എഴുന്നേൽക്കുന്നു, ഒരു സങ്കടമില്ല അല്ലേ? ഇപ്പം എഴുന്നേറ്റ് പോയാൽ. പ്രിയപ്പെട്ടവർ, ഇതുപോലൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ദൈവം ഇന്ന് തരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ മക്കളെ അനുഗ്രഹിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ നിത്യതയിലേക്ക് പോകാൻ ഒരു സ്വാതന്ത്ര്യം ദൈവം നിങ്ങൾക്ക് തരും. മരണം എപ്പോൾ വേണേൽ സംഭവിക്കട്ടെ. ഞാനാണോ നീയാണോ മരിക്കുന്നവരാണ്. ചിലപ്പോൾ നാളെ ഞാൻ ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ ഇനി നമ്മൾ കാണുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, നിങ്ങളെ ഇവിടെ വെച്ച് ഇനി കാണാൻ പറ്റിയില്ലെങ്കിലും എവിടെ വെച്ച് കാണും? സ്വർഗത്തിൽ. പറഞ്ഞേ, ആര്?
ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിച്ചു വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ ഉണ്ടായിരിക്കും. നിങ്ങളാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ എങ്ങനെ സ്വീകരിക്കാൻ നിങ്ങളും ഉണ്ടാകും. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ഇനി മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കളെ നമ്മളെ സംബന്ധിച്ചോളം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒന്നിതാണ് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യാക്കോബ് മരിക്കാറായപ്പോൾ അദ്ദേഹം പറയുന്നു, മക്കളെയെല്ലാം വിളിച്ചു കൂട്ടുവിൻ. അദ്ദേഹം മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും വിളിച്ച് അവരെയെല്ലാം ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പ്രഭാഷകൻ 3:9 മാതാപിതാക്കളുടെ അനുഗ്രഹം പറഞ്ഞേ പോരെ, സ്വരമതി. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളെ ഭവനത്തെ ബലപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പണ്ട് നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിലെല്ലാം ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ മരിക്കുന്നത് എവിടെ കിടന്നാണ്? വീട്ടിൽ കിടന്നാണ് മരിക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ പുന്നത്തറയിൽ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ, എൻ്റെ വല്യമ്മച്ചിയൊക്കെ കോമലോത്തായിരുന്നു, മരിക്കാൻ കിടക്കുമ്പോൾ അവർക്കറിയാം അതിൻ്റെ ബേസിങ് എല്ലാം വീട്ടുകാർക്കറിയാം മരിക്കാൻ പോകണം. അവിടെ എന്ത് ചെയ്യുന്നു? മക്കളെല്ലാവരും വരും, മരുമക്കളും വരും, എല്ലാവരും ചുറ്റും നിന്ന് ഈശോ മറിയ ഔസേപ്പ് ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഹോം നേഴ്സ് എല്ലാം നിൽക്കുന്ന മക്കൾ ആരെങ്കിലും കൂടെ നിന്ന് അപ്പോൾ അതേ അമ്മച്ചി പതുക്കെ എന്ത് ചെയ്തു ഇങ്ങനെ വരിക്കുന്നു. അപ്പോൾ മൂത്തവൻ എന്ത് ചെയ്യുന്നു? അമ്മച്ചിയുടെ കാലെ തൊട്ട് നോക്കുന്നു. കാല് പതുക്കെ തണുക്കാൻ തുടങ്ങി അല്ലേ? നമുക്കറിയാം മരിക്കാൻ തുടങ്ങി. അവിടെ എല്ലാവരും അറിയിക്കുന്നു. എല്ലാവരും കൂടെ വന്നിട്ട് എന്ത് ചെയ്തു? ഈശോ മറിയ ഔസേപ്പേ ആത്മാവിന് ഈശോ മറിയ ഔസേപ്പേ അങ്ങനെ ചൊല്ലി 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 അമ്മച്ചി എന്ത് ചെയ്യുന്നു? ടാറ്റ. അപ്പോൾ അമ്മച്ചി അവസാനം ആത്മാവ് ഇട്ട് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണ് തുറന്ന് ചുറ്റും ഒന്ന് നോക്കും. കൺകുളിർക്കെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കണ്ടിട്ട് എന്ത് ചെയ്യും? പോയി വരട്ടെ. പക്ഷെ ഇപ്പോൾ നമ്മുടെ മക്കളെല്ലാം UK-ലും അമേരിക്കയിലൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് നമ്മുടെ മരണം വീട്ടിൽ കിടന്നതല്ല, പിന്നെ എവിടെയാണ്? ഹോസ്പിറ്റലിൽ ആദ്യം ICUവിലോട്ട് പോകുന്നു. അവിടുന്ന് മക്കൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അവിടുന്ന് പൊക്കിയെടുത്ത് വെൻറ്റിലേറ്ററിലോട്ട് നമ്മളെ ദേഹം മുഴുവൻ മെഷീൻ വെച്ചിട്ട് ഈ പണ്ടത്തെ സൈക്കിളിൽ കാറ്റടിക്കാറില്ല എന്ന് പോലെ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ വലിക്കുന്നു. അവിടെ കിടക്കുന്ന മനുഷ്യനൊന്ന് ഇതൊന്ന് വലിച്ചു പറഞ്ഞിട്ടൊന്ന് ചത്താൽ മതി. പക്ഷേ ഹോസ്പിറ്റലുകാർ കാര്യസാസാർ ഒരു ഹോസ്പിറ്റലുകാർ നമ്മളെ സമ്മതിക്കുകയാണ്. ഇതിന് മക്കളോട് ഇടയ്ക്ക് ചോദിക്കും, ദേ ഓഫായാൽ അപ്പച്ചൻ പോകും. അപ്പോഴും അവർ പറയാം, ഞങ്ങൾ UK-ക്കാർ, അതുകൊണ്ട് പെട്ടെന്ന് ഓഫാകാൻ പറ്റത്തില്ല. ഈ അപ്പച്ചൻ അവിടെ കടന്ന് എന്തൊരു വരികയെന്നറിയാമോ? അവസാനം മക്കളെല്ലാം കൂടെ അവധി എടുത്ത് വന്നു. അവർക്ക് അടുത്ത ആഴ്ച പോകാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇന്ന് രാത്രി ഓഫ് ആക്കുക, നാളെ രാവിലെ രാത്രി 10 മണിക്ക് യന്ത്രം ഓഫ് ചെയ്യുന്നു. അപ്പച്ചനെ എടുത്ത് പുറത്തോട്ട് കൊണ്ടുവരുന്നു. 2 മണിക്കൂർ കടന്നു. പുള്ളിക്കൊന്നും പറയാനുമില്ല, ഒന്നുമില്ല, ഓഫായി. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബൈബിൾ പറയുന്നതാണ് മരിക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മരിക്കുന്നത് കൊച്ചുലൂർ ആശുപത്രിയിലോ കാരിത്താസിലോ കിടക്കാനാണ് സാധ്യത. അതുകൊണ്ട് അടുത്ത വരവിൽ മക്കൾ വരുമ്പോൾ ഒരു വീട്ടിലൊരു മീറ്റിംഗ് നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞേ. എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ തൻ്റെ 50-ാം അധ്യായം 49-ാം അധ്യായം അവസാനത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, തനിക്ക് പറയാനുള്ളതല്ല എന്ന് പറഞ്ഞേ. പറഞ്ഞതിന് ശേഷം അവൻ കണ്ണുകൾ അടച്ചു. ഇവിടെ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? ബൈബിളിൽ പറയാണ്, യാക്കോബ് അങ്ങനെ മരിച്ചപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യാക്കോബിന് അന്തിചുംബന മക്കൾ 12 പേരും അവരെ ഭാര്യമാരും പറന്നു പോകുന്ന യാക്കോബ് നോക്കുമ്പോൾ എന്താ? മക്കളും മരുമക്കളും കൊച്ചുമക്കളെല്ലാം ചുംബനം കൊടുക്കും.